ബി.ജെ.പി. ആദ്യമായി അക്കൗണ്ട് തുറന്ന ഒരേ ഒരു നിയമസഭാ മണ്ഡലമായ നേമത്തെ കോർപ്പറേഷൻ വാർഡ്. കഴിഞ്ഞ 2 തവണയും ബി.ജെ.പി. തന്നെയാണ് നേമം വാർഡ് നിലനിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ നേമം വാർഡിൽ ബി.ജെ.പി. ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇത്തവണ ബി.ജെ.പി. കളത്തിലിറക്കിയിരിക്കുന്നത് 4 തവണ കൗൺസിലറായിരുന്ന എം.ആർ. ഗോപനെയാണ്. വാർഡിലെ വികസന നേട്ടങ്ങൾ ഉയർത്തിയാണ് സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഈ നാടിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അധികാരത്തിൽ വരാൻ സാധിക്കുകയാണെങ്കിൽ ഇന്നലെ വരെ തിരുവനന്തപുരം നഗരം കാണാത്ത ഏറ്റവും വലിയ വികസിതമായിരിക്കും ഉദ്ദേശിക്കുന്നത്. 45 നമുക്ക് അധികാരം കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്ന് ഈ അനന്തപുരിക്ക് വേണ്ടിയിട്ടുള്ള നിരവധി സംഭാവനകൾ പ്രഖ്യാപിക്കും. എന്നാൽ യു.ഡി.എഫ്. ആകട്ടെ യുവമുഖത്തെ കന്നി അംഗത്തിനിറക്കി നേമത്ത് ബി.ജെ.പിയുടെ തേരോട്ടം അവസാനിപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 2010 മുതൽ 5 വർഷക്കാലം നേമം വാർഡ് കോൺഗ്രസിന്റെ കൈകളിലായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, അടച്ചുറപ്പുള്ള വീടുകളില്ലാത്ത സ്ഥലമുണ്ട്, ശുദ്ധമായ കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. നിരവധി റോഡുകളിൽ ഇപ്പോഴും വെള്ളം കാരണം നടന്നു പോകാൻ കഴിയാത്ത വഴികൾ, നമുക്കറിയാം, വീട്ടിലേക്ക് ചെല്ലാനുള്ള വഴികൾ പോലും ഇല്ലാത്ത നിരവധി വീടുകളാണ്. ഒരു മാലിന്യമുക്ത വാർഡാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നവും ആഗ്രഹവുമാണ്. അതേസമയം LDF-നെ സംബന്ധിച്ച് മന്ത്രി GR അനിലിന്റെ തട്ടകമായിരുന്നു ഒരു കാലത്ത് നേമം വാർഡ്. രൂപീകരിച്ച 2000 മുതൽ 2010 വരെ തുടർച്ചയായി 2 തവണ GR അനിൽ കൗൺസിലറായി വിജയിച്ച ഇടം. ഇക്കുറി CPI ലോക്കൽ കമ്മിറ്റി അംഗം ബിജു ചിഹ്നത്തിലാണ് പാർട്ടിയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. GR അനിൽ നടപ്പിലാക്കിയതല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 15 വർഷങ്ങളായി ഇവിടെ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. വികസന മുരടിപ്പാണ് കഴിഞ്ഞ 15 വർഷമായി. തുടർച്ചയായി 10 വർഷം BJP കൗൺസിലറാണ് ഇവിടെ ഭരണം. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവണം എന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വാർഡ് നിലനിർത്താൻ BJP-യും അട്ടിമറി വിജയത്തിനായി UDF-ഉം LDF-ഉം വാശിയോടെ മത്സരിക്കുമ്പോൾ നേമത്ത് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.